അന്ന് ഷാഫി പറമ്പിലിന് അടിയേറ്റിട്ടില്ല എന്ന് പറയുകയും എന്നാൽ പിന്നീട് തിരുത്തേണ്ടി വരികയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഷാഫി പറമ്പിലിന് മൂക്കിന് സർജറി ചെയ്തിട്ടില്ല എന്നുള്ള ദുർബലമായ വാദങ്ങൾ നിരത്തിയവരാണ് ഇതേ CPM. ഞാനൊന്ന് എന്റെ നിങ്ങൾ സംസാരിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ പല വാദങ്ങളും MPയെ ടാർഗറ്റ് ചെയ്ത് വ്യക്തിഹത്യ നടത്തിയിട്ടും ഞാൻ മിണ്ടാതിരുന്നത് എന്റെ മാന്യതയാണ്. പലപ്പോഴും ഞാൻ നിങ്ങളുടെ വാക്കുകൾക്ക് മിണ്ടാതിരുന്നത് എന്റെ മാന്യതയാണ്. എന്നെ സംസാരിക്കാൻ നടത്തിയപ്പോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുർബലം അല്ല ആന്ത നിശ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുർബലമായ വാദങ്ങൾ. 10-ാം തീയതി അടി ഏറ്റിട്ടില്ല എന്ന് പറഞ്ഞവരാണ് SP ഉൾപ്പെടെയുള്ള ആളുകൾ. 10-ാം തീയതി ഷാഫി പറമ്പിലിന് സർജറി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞവരാണ് കേരളത്തിലെ CPM. ഷാഫി പറമ്പിലിന്റെ സർജറിക്ക് മീശയും പഠിച്ചില്ലെന്ന് പറഞ്ഞ ദുർബലമായ ഷാഫി പറമ്പിലിന്റെ മൂക്കിൽ മഷിയൊഴിച്ചു അതിന്റെ ഏറ്റവും ദുർബലമായ വാദമായിരുന്നു. നിഷ അത് നേരത്തെയും പറയണ്ടേ? അല്ല, നോക്കൂ ഏറ്റവും ഒടുവിൽ ഇവർ പറഞ്ഞ ഏറ്റവും ദുർബലമായ വാദമായിരുന്നു. അവിടെ എന്തോ സ്ഫോടനമുണ്ടായി. നോക്കൂ നിങ്ങൾ, 10-ാം തീയതി അക്രമം നടക്കുന്നു. 10-ാം തീയതി എന്തെങ്കിലും സ്ഫോടനത്തിന്റെ അംശം നടന്നിരുന്നുവെങ്കിൽ 10-ാം തീയതിയോ 11-ാം തീയതിയോ ആയി ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ വരും. 10-ാം തീയതി ഈ അക്രമം നടന്നപ്പോൾ അവർക്ക് സ്ഫോടനമില്ല, 11-നില്ല, 12-നില്ല, 13-ാം തീയതി പേരാമ്പ്രയിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന പല കൂട്ടർ അവിടെയുണ്ട്. അതിലൊരാൾ 13-ാം തീയതി വൈകിട്ട് 5 മണിക്ക് പത്രസമ്മേളനം നടത്തി പറയുകയാണ് ഇവിടെ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. അത് കേട്ട് 13-ാം തീയതി വൈകിട്ട് 7:10 കേരളത്തിന്റെ പോലീസ് FIR ഇടുക. നിങ്ങൾ നോക്ക്, SP-യും 2 DYSP-മാരുമുള്ള ഇടത്ത് സ്ഫോടനം പോയിട്ട് സ്ഫോടനത്തിന്റെ സാഹചര്യത്തിന്റെ അംശം ഉണ്ടായിരുന്നുവെങ്കിൽ 11-ാം തീയതി രാവിലെ അവിടെ ബോംബ് സ്ക്വാഡ് എത്തും. അത് ഉണ്ടായിട്ടില്ല. 10-ഉം 11-ഉം 12-ഉം കഴിഞ്ഞ് 13-ന് വൈകിട്ട് 5 മണിക്ക് CPM നേതാവിന്റെ പത്രസമ്മേളനം. അന്ന് 7:10 പോലീസ് FIR. ഇത് കൃത്യമല്ലേ? CPM-ന്റെ ഒരു നേതാവിന്റെ തിരക്കഥയാണ്. ഇവിടെ മുഖം നഷ്ടപ്പെട്ടു പോയ CPM-നെ പേരാമ്പ്രയിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന് സാധ്യതയില്ലെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് തിരക്കഥയുണ്ടാക്കുന്നു. SP ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം ഒരു കഥയുമായി മുന്നോട്ട് പോകുന്നു. അപ്പോ അതൊക്കെ ദുർബലമാണെന്ന് ഇവർ അടി കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞവർ തിരുത്തേണ്ടി വന്നു. സർജറി ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞവർ തിരുത്തേണ്ടി വന്നു. മീശയും താടിയും വടിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഇവിടെ വലിയ പ്രചരണം നടത്തി. അതെല്ലാം ദുർബലമായ വാദങ്ങൾക്കൊപ്പം തന്നെയാണ്. ഏറ്റവും ഒടുവിൽ സ്ഫോടനം എന്ന് പറയുന്ന ഒരു ദുർബലമായ വാദം. അവിടെ ഒരു സ്ഫോടനവും നടന്നിട്ടില്ല. സ്ഫോടനത്തിന്റെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസ് കൊണ്ടുവന്ന ടിയർ ഗ്യാസോ ഗ്രനേഡോ പറ്റിയിട്ടാണ്. 1. 2, ഇവർ ലൈഫ് പദ്ധതിയെ കുറിച്ച് പറയാ. നോക്കുന്ന ഉമ്മൻചാണ്ടി കേരളത്തിലുണ്ടായപ്പോ കേരളത്തിൽ 2.5 ലക്ഷം വീടുകൾ പൂർത്തീകരിച്ച 2.5 ലക്ഷം പുതിയ ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പല പദ്ധതികൾ ആവിഷ്കരിച്ച പദ്ധതി ലൈഫ് എന്ന് പറഞ്ഞ് ഒരിക്കലുമില്ല. വീണ്ടും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞ് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ എന്താണോ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു തുടർച്ച മാത്രമാണ് ഇപ്പൊ ഇന്ന് വന്നൊരു പുതിയ കഥ. ഷാഫി പറമ്പിൽ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഒരു കാര്യം കൂടി അഭിജിത്തിനോട് ഞാൻ സ്ട്രെയിറ്റ് ആയി ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞ സമയത്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളാണ് പിന്നീട് വന്നിട്ടില്ലാത്ത ആളുകളാണ് വന്നു എന്ന് പറയും. നോക്കൂ നിങ്ങൾ, വീണ്ടും ഇവരെന്താ ചെയ്യുന്നത്? ഇവർ ഈ പോലീസിന്റെ ക്രിമിനൽ നടപടികളെ പോലീസിന്റെ ഈ തെമ്മാടിത്തരങ്ങളെയൊക്കെ വീണ്ടും ന്യായീകരിക്കേണ്ടി വരികയാണ്. കാരണം ഇവർക്ക് വേണ്ടി കൊട്ടേഷൻ പണിയെടുത്ത ഇവർക്ക് വേണ്ടി കൊട്ടേഷൻ പണിയെടുത്ത ഇവർക്ക് വേണ്ടി ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തിയതിനു ശേഷമാണ് പുറത്തു വന്നതെന്ന് അഭിജിത്തിനെ തെളിയിക്കാൻ വേണ്ടി പറ്റുമോ? അഭിജിത്ത് ഒന്ന് തെളിയിക്കുവോ?
LDF 5 മണിക്ക് LDF നേതാക്കളുടെ അഭിജിത്ത് പറഞ്ഞു 10-ാം തീയതി സ്ഫോടനം ഉണ്ടായി, 13-ാം തീയതിയാണ് സ്ഫോടനം ഉണ്ടായത് സംബന്ധിച്ച നേതാക്കളല്ല ഒരു നേതാവ് ബോധപൂർവം ഉണ്ടാക്കിയ തിരക്കര. ഒരു തർക്കവും വേണ്ടെന്നേ. ഞാൻ സജീഷ് 10-ാം തീയതി സ്ഫോടനം ഉണ്ടായി. എപ്പോഴാണ് സ്ഫോടനമെന്ന കേസെടുത്തത്? സ്ഫോടനമെന്ന കേസെടുത്ത ഡേറ്റ് ഏതാണ് സജീഷ്? സജീഷ് എന്നാണ് കേസെടുത്തത്? സ്ഫോടനമെന്ന കേസ് എന്നാണ് ഉണ്ടായത് സജീഷ്? അനുസരിച്ച് പോലീസ് നമുക്ക് വസ്തുതാപരമായി പറഞ്ഞു പോകാം. ശ്രീ സജീഷ്, സ്ഫോടനമെന്ന കേസ് എന്നാണ് പോലീസിന്? അക്രമകാരിയുടെ സൈഡിലായി വിഷ്ണു ഉണ്ടായിട്ടുണ്ട്. അവനും അക്രമത്തിന്റെ ഭാഗമാണ്. പിന്നെ ഇവർ ഈ പറയുന്ന നേരത്തെ നോക്കൂ നിഷ, നിങ്ങൾ തന്നെ നോക്കൂ. നേരത്തെ എന്താണ് സജീഷ് പറഞ്ഞത്? അദ്ദേഹം പറയുകയാണ് പോലീസുകാർ വന്നു മൊഴി കൊടുക്കാൻ കൂട്ടാക്കിയില്ല എന്ന്. കാപട്യമല്ലേ, കള്ളമല്ലേ? ശരി, മൊഴി കൊടുക്കാൻ MP തയ്യാറാണ്. വിഷ്ണു അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സജീഷ്. അതിൽ അവർ നിലപാട് മാറ്റിയിട്ടില്ല. വിഷ്ണു അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും അഭിജിത്ത് പറയുന്നത്. അബിൻ വർക്കി പറഞ്ഞതിനെ അഭിജിത്ത് തിരുത്തിയിട്ടില്ല. ആ തിരക്കഥകളൊന്ന് അവസാനിപ്പിക്കുന്നതാണ് ഞങ്ങൾ പറയുന്നത്. കുടുംബത്തെ അവമതിക്കുകയും ചെയ്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ട് വിഷ്ണു എന്ന പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ കോൺഗ്രസ് നിലപാട് മാറ്റിയിട്ടില്ല. ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ നിന്നും നമ്മളൊരു മാന്യതയും പ്രതീക്ഷിക്കുന്നില്ല. ക്രിമിനലുകളെ നിങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പോകല്ലേ? EPM-ൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലെന്നേ. ഒരു കാര്യം, ഒരു ക്രിമിനലിനെയും സംരക്ഷിക്കുന്ന രീതി ഗവൺമെന്റില്ല. അതുകൊണ്ടാണ് 144 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടത്. ഓരോന്നിനും നടപടിക്രമമുണ്ട്. ആ നടപടിക്രമവും പോലീസ് ചട്ടവും അനുസരിച്ചാണ് ആവശ്യമാണല്ലോ നിർവഹിക്കപ്പെട്ടത്. പോലീസിന് നേരെയായി. ഒറ്റ കാര്യം താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഷാഫി പറമ്പിൽ MP-യെ അടിച്ച പോലീസുകാരനെതിരെ നടപടി വേണം എന്ന് CPM-ന് അഭിപ്രായമുണ്ടോ? ഷാഫി പറമ്പിൽ എന്നല്ല, നാളെ ഒരു ജനപ്രതിനിധിക്കെതിരെ ഒരു സർക്കാരിന്റെ കാലത്തും പോലീസ് ഇങ്ങനെ കൈവയ്ക്കാൻ പാടില്ല എന്ന നിലപാടുണ്ടോ? സജീഷ്, ഷാഫി പറമ്പിലിനെ അടിച്ച പോലീസുകാരനെതിരെ നടപടി വേണമെന്ന് CPM-ന് അഭിപ്രായമുണ്ടോ? അതിന് നേതൃത്വം കൊടുത്ത ആളുകൾക്കെതിരായി ശക്തമായ നിലപാടാണ് ഷാഫി പറമ്പിൽ MP-യെ അടിച്ച പോലീസുകാരനെതിരെ നടപടി വേണം എന്ന് CPM-ന് അഭിപ്രായമുണ്ടോ? നടപടി വേണം എന്ന അഭിപ്രായമുണ്ടോ? ശ്രീ സജീഷ്, ക്രിമിനൽ സ്വഭാവമുണ്ട് എന്ന് കേരള പോലീസ് തന്നെ കണ്ടെത്തിയിട്ടുള്ള അഭിലാഷ് ഡേവിഡ് എന്ന ഷാഫി പറമ്പിലിനെ അടിച്ച പോലീസുകാരനെതിരെ നടപടി വേണമെന്ന് CPM-ന് അഭിപ്രായമുണ്ടോ? 12-ന് പറ്റിയില്ല, 13-ന് പറ്റിയില്ല. 13-ന് നിങ്ങളുടെ പത്രസമ്മേളനം നിങ്ങളുടെ അന്വേഷിച്ച് തെളിയിക്കപ്പെടേണ്ട കാര്യമല്ലേ? ഇവര് പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് വസ്തുതയോ വ്യക്തതയോ ഉണ്ടോ? ഏതെങ്കിലും നേതാക്കന്മാർ ആദ്യം ഒരു യോഗം ചേർന്ന് ഒരു പൊതുവായ തീരുമാനം എടുക്കാൻ പറ്റും. അങ്ങ് തൽക്കാലം ഒന്ന് ശാന്തനാവുക. കഴിഞ്ഞ 13 മിനിറ്റ് നേരം ഇവിടെ ശ്രീ ഷാഫി പറമ്പിലിനെ ഇഴത്തിക്കാണിക്കാനും ഷാഫി പറമ്പിലിനെ വീണ്ടും ഇവർ കഴിഞ്ഞ കുറെ കാലമായി ശ്രീ ഷാഫി പറമ്പിലിന്റെ വിജയത്തിന് ശേഷമുള്ള അസഹിഷ്ണുത വീണ്ടും വീണ്ടും പ്രകടിപ്പിക്കുകയാണ്. പിന്നെ ഇത്തരം ജൽപ്പനങ്ങളെല്ലാം കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് എന്ന് SK സജീഷ് മനസ്സിലാക്കട്ടെ. ഇവര് നേരത്തെ നമുക്കറിയാലോ എന്താണ് 10-ാം തീയതിയിൽ പേരാമ്പ്രയിൽ സംഭവിച്ചത്. അവിടെ 10-ാം തീയതിയിൽ 9-ാം തീയതി കാലിക്കറ്റ് സർവകലാശാല യൂണിയന് കീഴിലുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷം അന്ന് CPM-ന്റെ ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുന്ന പേരാമ്പ്രയിലെ പോലീസ്, പേരാമ്പ്രയിൽ 2 DYSP-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ SP-യുടെ നിർദ്ദേശപ്രകാരം കാട്ടിക്കൂട്ടിയ അക്രമങ്ങൾ, അതിനെ തുടർന്ന് 10-ാം തീയതി വീണ്ടും സമാനമായിട്ട് അക്രമങ്ങൾ കാണിക്കാൻ വേണ്ടി പോലീസ് വരുമ്പോൾ ഈ പേരാമ്പ്രയിലെ പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് CPM എന്ന് പറയുന്ന പാർട്ടി നേരിട്ടാകുമ്പോൾ, പ്രത്യേകിച്ച് LDF കൺവീനറൊക്കെ ഉള്ള സ്ഥലമാണല്ലോ, നേരിട്ടാകുമ്പോൾ അവർ അക്രമം ഉണ്ടാക്കുകയാണ്. ജനാധിപത്യ രീതിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിലേക്ക് അക്രമം അഴിച്ചുവിട്ട് വീണ്ടും വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നറിയുമ്പോഴാണ്
കൊയിലാണ്ടിയിലെ ഒരു പ്രതിഷേധ പരിപാടിയിൽ നിന്ന് ഒരു കോൺഗ്രസിന്റെ യോഗത്തിൽ നിന്ന് ശ്രീ ഷാഫി പറമ്പിൽ MP-യും ശ്രീ പ്രവീൺ കുമാറും അങ്ങോട്ട് വരികയും വന്ന സമയം തൊട്ട് ഏറ്റവും ഒടുവിൽ CPM-ന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഉണ്ടാക്കുന്ന എല്ലാ അക്രമങ്ങളെയും, പ്രത്യേകിച്ച് പേരാമ്പ്രയിൽ മറ്റൊരു അവസ്ഥയിലേക്ക് സാഹചര്യത്തിലേക്ക് പോകാൻ CPM-ന് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്ന ബൈജുവും ഹരിപ്രസാദ് ഉൾപ്പെടെയുള്ള DYSP-മാരും ചെയ്യുന്ന നടപടികളെ, അവിടെ പ്രവർത്തകരെ ശാന്തരാക്കി അവിടെ ഒരു പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോകാനുള്ള സാഹചര്യമാണ് ശ്രീ ഷാഫി പറമ്പിലും കൂട്ടരും സൃഷ്ടിച്ചത്. നമ്മൾക്ക് അത് വ്യക്തമാണ്. പിന്നെ ബഹുമാനപ്പെട്ട ശ്രീ SK സജീഷ്, ഈ രാത്രി 8:15 ഇത് പകലാണെന്ന് പറഞ്ഞാൽ, അതെ ഇത് പകലാണെന്ന് പറഞ്ഞ് കൈയടിക്കുന്ന CPM-കാർ പോലും ഇപ്പോൾ ഇല്ലെന്നേ നാട്ടിൽ. അവരൊക്കെ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളെ ഇപ്പോഴും കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നതൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നു. കേരളത്തിന്റെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾ പറയുന്ന ഘട്ടത്തിലെല്ലാം ശ്രീ ഷാഫി പറമ്പിലിനെ ഇകഴ്ത്തി കാണിക്കാൻ എന്തെല്ലാം നിങ്ങൾ പറയുന്നു. അദ്ദേഹത്തിന്റെ ഷോ വർക്ക് പോലും ഏറ്റവും വലിയ ഷോ വർക്ക് നടത്തിയ ടീച്ചറെയാണെന്നേ കേരളത്തിൽ 1,14,506 വോട്ടിന്റെ പരാജയത്തിൽ അവരെ വീട്ടിലിരുത്തി ശ്രീ ഷാഫി പറമ്പിൽ വടകരയുടെ MP ആയി വിജയിച്ചു വന്നത്. അത് ഇനിയെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് SK സജീഷിനോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക. കാരണം എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹത്തെ താറടിക്കാൻ നിങ്ങൾ CPM-ഉം DYFI-യും നിങ്ങൾ അങ്ങ് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ നിർബാധം അദ്ദേഹത്തിനെതിരെ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇനിയും അദ്ദേഹത്തെ കുറിച്ച് അപവാദം പറയുക. അതിനനുസരിച്ച് അദ്ദേഹം എന്താണെന്നും അദ്ദേഹത്തിന്റെ ജനപ്രീതി എന്താണെന്നും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഒന്നാമത്തെ കാര്യം, ഇന്ന് നമ്മൾ കണ്ടത് എന്താ? അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ 2023 ജനുവരി മാസം 16-ാം തീയതി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട് 2023 ജനുവരി മാസം 19-ാം തീയതി സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടൊരുത്തൻ, ആ CI ആണ് അഭിലാഷ് ഡേവിഡ്. അഭിലാഷ് ഡേവിഡ് ബോധപൂർവം ഷാഫി പറമ്പിലിനെ ആക്രമിക്കുന്ന വിഷ്വൽ നമ്മൾ കണ്ടു. ഇപ്പോഴും SK സജീഷ് അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. നോക്ക് നിങ്ങൾ, ശ്രീ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MP ഒരു പ്രദേശത്തെ പ്രശ്നപരിഹാരത്തിന് കടന്നു വന്ന MP-യുടെ മൂക്കിന് നേരെ അടിക്കുന്നത് ഈ അഭിലാഷ് ഡേവിഡാണ്. രണ്ടാമത് അദ്ദേഹത്തിന്റെ തലയിലടിക്കുകയാണ്. മൂന്നാമത് അദ്ദേഹം നിന്ന സ്ഥലത്ത് നിന്ന് വലതുവശത്തേക്ക് കടന്നു പോകുമ്പോ ഇതേ ഒരു മിനിറ്റ്, അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകളാണ് ബോംബ് എറിഞ്ഞ് പ്രകോപനം സൃഷ്ടിച്ചതെന്ന് പറയുന്നു. അല്ല നോക്കൂ, അഭിലാഷ് ഡേവിഡ് ഇപ്പൊ ഷാഫി പറമ്പിൽ മറ്റൊരു ശ്രീമതി നിഷ, ഞാൻ എന്റെ വാദം ഒന്ന് പൂർത്തിയാക്കട്ടെ. അവർ ഒരുപാട് കാര്യങ്ങൾ ഇല്ലാ കഥകൾ പറയുമ്പോൾ അതിനൊക്കെ മറുപടിയും പറയണമല്ലോ. അപ്പൊ അതിനുള്ള സമയം നിങ്ങളൊന്ന് നൽകണം. അപ്പൊ അങ്ങനെ ഷാഫി പറമ്പിൽ ഒരു വശത്തേക്ക് തിരിയുമ്പോൾ ഇതേ അഭിലാഷ് ഡേവിഡ് തിരിഞ്ഞ് വീണ്ടും ഷാഫി പറമ്പിൽ MP-യെ അടിക്കാൻ ഓങ്ങുന്നതും അടിക്കുന്നതും നമ്മൾ കാണുകയാണ്. അപ്പൊ ബോധപൂർവം ഇന്നലകളിൽ CPM-മായി ചേർന്ന് SFI-യുടെ ഗുണ്ടാപ്രവർത്തനം നടത്തി CPM-ന്റെ ഗുണ്ടാപ്പണി ചെയ്യുന്ന, സസ്പെൻഡ് ചെയ്യപ്പെട്ട, പിന്നീട് സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു എന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ 2023 ജനുവരി മാസം 20-ാം തീയതി പറഞ്ഞിട്ടുള്ള ഈ അഭിലാഷ് ഡേവിഡ് എങ്ങനെയാണ് വടകര കൺട്രോൾ റൂമിലെ CI പ്രതിഷ്ഠിക്കപ്പെടുന്നത്, അതിനുശേഷം ബോധപൂർവമായി ഇത്തരം അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നെല്ലാമുള്ള മറുപടി പറയേണ്ടത് ഇവിടുത്തെ പോലീസാണ്. ഇവിടെ SP അന്ന് ഷാഫി പറമ്പിൽ അക്രമം ഏൽക്കുമ്പോൾ SP പറഞ്ഞത് അങ്ങനെ ഒരു അക്രമം ഉണ്ടായിട്ടില്ല എന്നാണ്. പിറ്റേ ദിവസം തിരുത്തേണ്ടി വന്നു, അക്രമം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലെ ചില ആളുകൾ ചെയ്തു, ഞങ്ങളെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് പരിശോധിക്കാമെന്ന് പറഞ്ഞ SP-യെയും പിന്നെ നമ്മൾ കണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ വാക്കുകളെയും കണ്ടിട്ടില്ല. അതുൾപ്പെടെ CPM നിയന്ത്രിക്കുന്നതാണ് നമ്മൾ കണ്ടത്. CPM വലിയ പ്രതിരോധത്തിലായി. ഇപ്പോ പ്രതിരോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വീണ്ടും ഒരു ഇല്ലാക്കഥയുമായി വന്നു. അതാണ് SK സജീഷ് ആദ്യം പറഞ്ഞത്. അതിന്റെ മറുപടി പറയണമല്ലോ. പേരാമ്പ്രയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ UDF-കാർ ആക്രമിച്ചു പോലും. അങ്ങനെ ഒരു അക്രമം നടന്നിട്ടില്ല. ഞങ്ങൾ അന്ന് തന്നെ ആ വിഷ്വൽ പുറത്തുവിട്ടു. ഹർത്താൽ ദിവസം രാവിലെ ജനങ്ങളിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ജനങ്ങളിൽ നിന്നും പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ആ മുഖം തിരിഞ്ഞ ജനങ്ങൾ തന്നെ ഇകഴ്ത്തുകയാണെന്നും പാർട്ടി തന്നെ ഒറ്റപ്പെടുത്തുകയാണെന്നും തിരിച്ചറിഞ്ഞ പ്രമോദ് എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാക്കിയ നാടകം മാത്രമാണ് ആക്രമണം. 1. 2, ആക്രമണത്തിന്റെ പേരിൽ അവർ വൈകിട്ട് വലിയൊരു പ്രകടനം നടത്തി അക്രമവും കലാപവും ഉണ്ടാക്കാൻ CPM ശ്രമിച്ചപ്പോൾ അത് ഏറ്റെടുത്തവരാണ് അവിടുത്തെ പോലീസ്. രണ്ടാമത്തെ കാര്യം. 3, ആ പ്രമോദ് എന്തോ ചൂണ്ടിക്കാണിച്ചു പോലും. ഇതാണ് നിഷ, ഇന്ന് വൈകിട്ട് തൊട്ട് CPM ഇറക്കുന്ന ഒരു കള്ളക്കഥയാണ്. നോക്കൂ നിങ്ങൾ, ലൈഫ് പദ്ധതിയിൽ അവിടെയുള്ള ഒരാൾക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് ലഭിച്ചു. 4 ലക്ഷം രൂപയാണല്ലോ ലഭിക്കുക. നേരത്തെ സജീഷ് പറഞ്ഞ പോലെ 26,000 കൂടി ചേർന്ന് 4,26,000. നിങ്ങൾ അദ്ദേഹത്തിന് നൽകിയ ഒരു വീട് നോക്കുക. ശ്രീ ഷാഫി പറമ്പിലിനെ കോൺഗ്രസിന്റെ ഒരു കുടുംബയോഗത്തിലേക്ക് വിളിക്കുന്നു പേരാമ്പ്രയിൽ. ആ കുടുംബയോഗത്തിൽ വെച്ച് ഒരു വീടിന്റെ കൈമാറ്റം നടക്കുക. എങ്ങനെയാണ്? ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ച് കിട്ടിയ ഗൃഹനാഥൻ മരണപ്പെട്ടു പോയപ്പോ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ കൂടി ഉൾപ്പെടുത്തിയാണ് അവിടെ അന്നൊരു താക്കോൽദാനം, വീടിന്റെ താക്കോൽദാനം നടത്തുന്നത്. അത് അതേപോലെ നൊച്ചാട് പഞ്ചായത്തിൽ CPM ചെയ്യുന്നുണ്ടല്ലോ. നൊച്ചാട് പഞ്ചായത്തിൽ ഉൾപ്പെടെ SK സജീഷിന്റെ കൺമുന്നിലുണ്ടല്ലോ. അതുപോലെ ലൈഫിൽ നിന്ന് അനുവദിച്ച 4 ലക്ഷത്തിന് പരം അതിൽ അധികം വരുന്ന തുക പാർട്ടികൾ പിരിച്ച് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. സമാനമായ അവസ്ഥ
പേരാമ്പ്രയിലുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്നിരിക്കും. ഇതൊരു ഇപ്പൊ ലൈഫ് കൂടി വലിച്ചേക്കുകയാണ്. കള്ളക്കഥ ഇപ്പൊ മുഖം നഷ്ടപ്പെട്ടു പോയല്ലോ. CPM-ന്റെ ക്രിമിനൽ മുഖത്തെ ജനങ്ങൾ തിരിച്ചറിയുകയാണല്ലോ. CPM പറയുന്ന കള്ളക്കഥകളെല്ലാം ഊതി വീർപ്പിക്കപ്പെട്ട് പൊട്ടിപ്പോവുകയാണല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ ആ ജാള്യത മറച്ചു വെക്കാൻ പുതിയ കഥകളുമായി വരുന്ന CPM-നോട് ഞങ്ങൾ വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ രാത്രിയെ ഇത് പകലാണെന്ന് പറഞ്ഞാൽ അതുപോലെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന പാർട്ടി പ്രവർത്തകർ പോലും ഇപ്പൊ ഈ നാട്ടിലില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഒന്ന്. രണ്ടാമത്തെ നിശ ഇവർ പറയാണ് കലാപം ഉണ്ടാക്കാൻ വന്നുവെന്ന്. മൂക്കിനടിയേറ്റ് രക്തം മൂക്കിൽ നിന്ന് രക്തമൊഴുകുമ്പോഴും ശ്രീ ഷാഫി പറമ്പിൽ അവിടെയുള്ള പ്രവർത്തകരോട് പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്ക്. ആ വീഡിയോ ഒന്ന് SK സതീശിനെ കേൾപ്പിച്ചു കൊടുത്ത് എന്താ പറയുന്നത്? നമ്മൾക്ക് ഈ നാടിനോട് പ്രതിബദ്ധതയുണ്ട്. ഇവിടെ അക്രമം അഴിച്ചുവിടാൻ, ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇവിടുത്തെ പോലീസ് ശ്രമിക്കുകയാണ്. നിങ്ങൾ പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകർ ഇവിടെ നിന്ന് പുറകിലേക്ക് മാറിപ്പോകണമെന്ന് പറഞ്ഞ് അവിടെയുള്ള പ്രവർത്തകരെ ശാന്തരാക്കാൻ മൂക്കിൽ നിന്ന് രക്തമൊഴുകുമ്പോഴും ആ അവസാനത്തെ പ്രവർത്തകരെയും അവിടെ നിന്ന് പിരിച്ചുവിടാൻ വേണ്ടിയാണ് ഷാഫി പറമ്പിൽ അവിടെ നിന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാ. എന്താ? ഈ നാട്ടിൽ ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസികൾ അവന്റെ അഭയകേന്ദ്രമായി കാണുന്ന ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം പോലും കൊള്ളയടിച്ച് ഒരു കള്ളന്മാരുടെ ഭരണകൂടം കേരളത്തിൽ മുന്നോട്ട് പോകുക. ആ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ക്യാപ്റ്റന്റെ കീഴെയുള്ള മന്ത്രിമാരും അവർ സംരക്ഷിക്കുന്ന ദേവസ്വം ബോർഡും എല്ലാം ചേർന്ന് അയ്യപ്പന്റെ സ്വർണം പോലും കട്ടത് സാധാരണ മനുഷ്യർ വലിയ ചർച്ചയാക്കാർ. വിശ്വാസികൾ മാത്രമല്ല, ഈ നാട്ടിലെ നിരീശ്വരവാദികളും. കാരണം അയ്യപ്പന്റെ സ്വർണ്ണമൊക്കെ കട്ടുപോകുമ്പോ ഓരോ മനുഷ്യരും അത് സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുക. അങ്ങനെ ആ ഒരു രീതിയിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ചർച്ച ഈ ഭരണകൂടത്തിന്റെ സ്വർണ്ണക്കള്ളയിലേക്ക് തിരിയുമ്പോ ആ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ ബോധപൂർവം ഈ CPM-ന്റെ നേതൃത്വത്തിൽ CPM-ന്റെ നിർദ്ദേശപ്രകാരം പോലീസ് അഴിച്ചുവിട്ട അക്രമം, ആ അക്രമത്തിലും അടിയേറ്റ് വാങ്ങേണ്ടി വന്നിട്ടും അവിടുത്തെ പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു പോകാനും ഒടുവിൽ രക്തമൊലിക്കുന്ന ശരീരത്തിൽ നിന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു, നിങ്ങൾ എന്റെ തല തല്ലി പൊട്ടിച്ചാലും മൂക്കടിച്ച് പൊട്ടിച്ചാലും നിങ്ങളുടെ ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ഞങ്ങൾ പിന്തിരിഞ്ഞു പോകില്ലെന്ന് പറഞ്ഞു തന്നെയാണ് ഷാഫി പറമ്പിൽ മുന്നോട്ട് പോയത്. ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്.